What's up guys and welcome back to my channel ARJ. Guys, നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോയന്റെ BOY-M1 മൈക്ക് ആണ്. ഇത് ഓൾറെഡി കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു മൈക്കാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ സാധനം ബോയന്റെ BOY-M1 മൈക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. ഈ സമയത്ത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ പൗച്ചിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ആ പൗച്ച് ബോയൻ്റെ കമ്പനിയുടെ തന്നെ പൗച്ചാണത്. അതിനുള്ള ഒരു ചെറിയൊരു കവർ കിട്ടിയിട്ട് ജസ്റ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മൈക്കാണിത്. ഞാൻ മൈക്കാണ് വെക്കേണ്ടത്. അതിനുള്ളിൽ കുറച്ച് കാര്യമുണ്ട്, അതൊക്കെ നോക്കാം. ഈ സമയത്ത് വേറെ ചെറിയ ഒരു കവറും കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ സമയം നമ്മുടെ ബോക്സിൽ ഒരു കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേപ്പേഴ്സും കൂടി ഇട്ട് അത് നമുക്കൊന്ന് നോക്കാം. ഈ സമയത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള പേപ്പറാണ്. എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു പേപ്പറാണ്. എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഞാൻ അവിടെ മാറ്റി വയ്ക്കുകയാണ്. ഈ സമയം ഞാൻ ആദ്യം മൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മൈക്ക് ജസ്റ്റ് മാറ്റി വയ്ക്കേണ്ടത്. അതിന് മുമ്പ് ഞാൻ ചെറിയ കവേഴ്സൊക്കെ ഞാൻ പറ്റിപ്പിടിച്ചുതരാം. ഈ സമയം ഇത് നമ്മൾ സ്പീക്കറിലൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട സംഭവമാണ്. നമ്മൾ സ്പീക്കറിൽ നമ്മുടെ മൈക്ക് കുത്തുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സംഭവമാണ്. അതേപോലെ തന്നെ ഈ ബാറ്ററി എന്ന് പറയുന്നത് ഈ നമ്മുടെ മൈക്ക് ഒരു പവർ ബാങ്ക് ഉണ്ട്. ആ സമയത്ത് പവർ ബാങ്ക് ഇടേണ്ടതാണത്. ഗേസ്, അപ്പോൾ ഇത് നമ്മൾ മൈക്കിൽ ഫിറ്റ് ചെയ്യേണ്ട, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ഡ്രസ്സിൽ കണക്ട് ഗേസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ മൈക്കിലേക്ക് കിടക്കാം. നമ്മൾ മൈക്കിൻ്റെ ഒരു നല്ല അത്യാവശ്യം നീളമുള്ള വയറാണ്. അവിടെ കിറ്റൊക്കെ വെച്ച് നമുക്ക് ആദ്യം കെട്ടൊക്കെ ഒന്ന് അഴിക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല അധികം നീളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ മൊത്തം തുറന്നു പോയി. ഈ സമയം ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഒരു പവർ ബാങ്ക് പോലുള്ള സിസ്റ്റം എന്നാണ് അത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഊരാൻ പറ്റും. ഈ സമയം ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവിടുന്ന് ഞാൻ ഷോപ്പിലത്തെ ആൾ പറഞ്ഞത്. ഈ സമയം ഇതാണ് നമ്മുടെ മൈക്ക്. ഈ സമയം ഇത് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യേണ്ട വയറാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് നേരത്തെ ജസ്റ്റിൽ കണക്ട് ചെയ്യാൻ കാണിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അത് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച സ്പോഞ്ചും കൂടി ഞാൻ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മൈക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ഇപ്പോൾ നമ്മൾ മൈക്ക് കൂടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ വയറുണ്ട്. ആ വയർ ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് നമുക്കെല്ലാം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ കാണുമെന്നറിയില്ല, ബ്ലാക്ക് കളർ ഉണ്ട്. ഇവിടെ ഞാൻ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മൈക്ക് എൻ്റെ ഡ്രസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതുപുത്തൻ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു പുതുപുത്തൻ വീഡിയോയിൽ കാണുന്നവരെ ബൈ.